പ്രൈസ് ദി ലോർഡ്. തബിതാസ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം എല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നതാണ്. അതിനർത്ഥം നാം കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഏറ്റുപറച്ചിൽ നടത്തുകയും പിന്നീട് അതേ പാപം ചെയ്യുകയും ചെയ്താൽ അത് നമ്മുടെ കർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. എന്തെന്നാൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. കർത്താവ് നമുക്കായി ഇറങ്ങി വന്ന് നമ്മോടൊപ്പം ഒരാളായി ജീവിച്ചു. എന്നാൽ ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു എന്ന് കാണുന്നു. മരണത്തിൻ്റെ അവസ്ഥ എന്നത് ചെറുതല്ല. പലപ്പോഴും നമ്മളിൽ ഉള്ളുലയുന്ന അവസ്ഥകൾ നേരിടാറുണ്ട്. എന്നാൽ അതിൻ്റെ പിൻപിൽ വലിയൊരു വിജയമുണ്ട്. ഇന്ന് കാണുന്ന പ്രതികൂലമല്ല നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഇതൊക്കെ എന്തിന് സംഭവിച്ചു എന്ന ചോദ്യത്തിന് മുൻപിൽ നാം എല്ലാവരും ക്രിസ്തുവിൽ സാക്ഷികളായി തീരുവാനാണ് പ്രിയരെ. നമ്മുടെ രൂപത്തിലും ഭാവത്തിലും നാം കർത്താവിനെ പ്രതിഫലിപ്പിക്കണം. നമ്മുടെ കർത്താവിന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായുമിരുന്നു. നാമും ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ നിന്ദിക്കപ്പെട്ടവരാകാം, ത്യജിക്കപ്പെട്ടവരാകാം, വ്യസനപാത്രമായിട്ടുണ്ടാകാം, രോഗം ശീലിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഒന്നോർക്കുക, ഇതെല്ലാം വലിയൊരു മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയായിരുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. എന്നാൽ ഇതിനെ തിരിച്ചറിയാത്ത നാം ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ച് നാം ആരെയും പഴിക്കുവാൻ പാടില്ല. ആരുടെയും ജീവിത സാഹചര്യത്തെ പഴിക്കുവാൻ പാടില്ല. എന്തിനേറെ പറയണം, സ്വയം പഴിക്കുക പോലും അരുത്. അതിനുള്ള അധികാരം പോലും ദൈവം നമുക്ക് നൽകുന്നില്ല. നാം കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് സ്നേഹിക്കണം. നമ്മുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്തുവാൻ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവൻ നമ്മുടെ ആപത്തിൽ തുണയാണ്, നല്ലൊരു ഉപദേശകനാണ്, നല്ല സ്നേഹിതനാണ്, സമാധാന പ്രിയനാണ്, ആശ്വാസദായകനാണ്. നാം ഇന്ന് എവിടെയെങ്കിലും തകർക്കപ്പെടുന്നെങ്കിൽ അത് മറ്റൊരു രീതിയിൽ പണിയപ്പെടുവാനാണ്. മഹാന്മാരോട് കൂടെ ചില ഓഹരികൾ പ്രാപിക്കുവാനും. അതേ പ്രിയരെ, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരുത്തുന്ന നല്ല പിതാവിനെ സ്മരിക്കാം. ഇതിലൂടെ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ വചനത്താൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.